മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണോ? മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഏതൊരു ഇൻവെസ്റ്റർ കാറ്റഗറിയിൽ പെടുന്ന വ്യക്തിയാണെന്നും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫണ്ട് ഏതാണെന്നും. ഇതെങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ്. അതായത് നിങ്ങളുടെ പ്രയോറിറ്റി ക്യാപിറ്റലിന്റെ സേഫ്റ്റിയാണ് റിട്ടേൺസിന് മുകളിൽ എന്നാണെങ്കിൽ നിങ്ങൾ ഒരു കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ കാറ്റഗറിയിൽ പെടുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫണ്ട്സ് ആണ് ഡെറ്റ് ഫണ്ട്സ്, ലിക്വിഡ് ഫണ്ട്സ്, അതേപോലെ ഫിക്സഡ് മെച്യൂരിറ്റി പ്ലാൻസ്. സെക്കൻഡ് കാറ്റഗറിയാണ് അഗ്രസീവ് ഇൻവെസ്റ്റേഴ്സ്. അതായത് നിങ്ങളൊരു ഹൈ റിട്ടേൺസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈ റിസ്ക് എടുക്കാൻ ഓക്കെ ആണെന്നാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന അഗ്രസീവ് ഇൻവെസ്റ്ററിന്റെ കാറ്റഗറിയിൽ പെടുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫണ്ട്സ് ആണ് ഇക്വിറ്റി ഫണ്ട്സ്, സെക്ടർ അല്ലെങ്കിൽ തീമാറ്റിക് ഫണ്ട്സ്. അടുത്ത കാറ്റഗറിയാണ് യങ് ഇൻവെസ്റ്റേഴ്സ്. അതായത് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് ജേർണിയിൽ ബിഗിനർ ആണ്, അതേപോലെ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ ഓക്കെ ആണെന്നാണെങ്കിൽ നിങ്ങൾ യങ് ഇൻവെസ്റ്റർ കാറ്റഗറിയിൽ പെടുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫണ്ട്സ് ആണ് ഇക്വിറ്റി ഫണ്ട്സ്, അതേപോലെ സ്മോൾ ക്യാപ് ഫണ്ട്സ്, മിഡ് ക്യാപ് ഫണ്ട്സ്, അതേപോലെ തന്നെ തീമാറ്റിക് ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റർ കാറ്റഗറി മനസ്സിലാക്കുന്നതിനോടൊപ്പം ഗോൾ ഓറിയന്റഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. മ്യൂച്വൽ ഫണ്ട്സ് എന്താണെന്നും എങ്ങനെ ഒരു നല്ല മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാം എന്നതിനെ പറ്റി ഒരു ഫ്രീ വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റിൽ വെബിനാർ എന്ന് കമന്റ് ചെയ്താൽ മതി.